അഭിയൊക്കെയായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലേ? ഓർമ്മകൾ എന്തായാലും രണ്ടു വാക്ക് ഷാജുവിന് പറയാനുണ്ടാവും. രണ്ടു വാക്ക് എനിക്ക് ഒരു സൗഹൃദമല്ല, ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരു മഹാത്ഭുതമായിരുന്നു മിമിക്രി രംഗത്ത്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട്, അദ്ദേഹത്തിനാണ് ഞാൻ ശബ്ദം കൊടുത്തുകൊണ്ട് സിനിമയിൽ വരുന്നത്. വാർദ്ധക്യപുരാണം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് മോഹൻലാലിന്റെ ശബ്ദം അതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്യുന്ന റോളാണ് പടത്തിൽ മൊത്തം. അപ്പൊ അതിനകത്ത് ഞാൻ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ് ഫസ്റ്റ് സിനിമയിൽ വരുന്നത്. ലാലേട്ടന്റെ ശബ്ദം. അതായത് ആ സിനിമയില് അബീക്ക സ്ഥിരം എന്തെങ്കിലും ചോദിച്ചാൽ ലാലേട്ടൻ പറയുന്ന പോലെ ഉത്തരം പറയുന്ന ഒരാളാണ്. ഒരു മകനാണ്, മൂത്ത മകനാണ്. ഈ മൂത്ത മകൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ഇവരോട് എന്ത് ചോദിച്ചാലും ചായ വേണോന്ന് അമ്മ ചോദിച്ചാലും അമ്മേ ചായ വേണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. ആ വർഷം തന്നെ എന്റെ ആദ്യത്തെ ഗൾഫ് യാത്ര അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി. അന്ന് ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ എത്ര പ്രായം ഉണ്ടാവുന്നത്? അന്ന് എനിക്ക് തോന്നുന്നു 17-18 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് അബീക്കയുടെ കൂടെ പോയി അബീക്കയുടെ റൂമിൽ അബീക്ക എന്നെ താമസിപ്പിച്ചു. അന്ന് ദുബായ് അല്ലെങ്കിൽ ബഹ്റൈൻ ദോഹയിൽ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. സ്റ്റേജിൽ അദ്ദേഹം വരാൻ വേണ്ടിയുള്ള ഒരു ക്രൗഡ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ, കോട്ടയം നസീർ, സാഗർ ഷിയാസ്, അബീക്ക 4 പേരായിരുന്നു അന്ന് ഷോക്ക് കയറിയത്. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത സ്റ്റേജുകളും ക്രൗഡും അബീക്കയെ മാത്രം വെച്ചുകൊണ്ട്, നരേന്ദ്രപ്രസാദ് സാറും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും അബീക്ക വരുന്നൊരു ഓഡിയൻസ് വേറെ തന്നെയായിരുന്നു. ശരിക്കും ഇതിപ്പോ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്, അബീക്കയ്ക്ക് വേണ്ടി ഒരു രാത്രിയിലാണ് പെണ്ണ് കാണാൻ പോകുന്നത്, ഞാനാ കൂടെ പോകുന്നത്. ഒരു ഹീറോ ഹോണ്ടയുടെ ചുമന്ന സ്പ്ലെൻഡർ ബൈക്കില് ഈ മിമിക്സ് ആക്ഷൻ 500 ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിടാ ഒന്ന് വണ്ടി കയറാന്ന് പറഞ്ഞു. വണ്ടി കയറിയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ചോദിച്ചു അബീക്ക എങ്ങോട്ടാണെന്ന്. പകുതി എത്തിയപ്പോൾ ചോദിച്ചപ്പോൾ ഫോട്ടോ കൊച്ചി ഭാഗത്തേക്ക് പോകുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു പെണ്ണ് കാണാൻ പോകുന്നു. ഞാൻ ഇപ്പോൾ ലൈഫിൽ ഈ പാതിരാത്രി പെണ്ണ് കാണാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് യാത്ര വെച്ചൊരു വീട്ടിൽ ചെന്നു. അവരുടെ ഉപ്പയും എല്ലാവരും വന്നു സംസാരിച്ച്. അധികം ആളൊന്നുമില്ല, അവർ മാത്രമേ ഉള്ളൂ ഫാമിലി. ആ കല്യാണം ഫിക്സ് ചെയ്തു. അതിൽ മകനാണ് ഷൈൻ.